ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പിഗ്മെൻറ്റേഷന് മാറാനായിട്ട്, ടാനും മാറി പിഗ്മെൻറ്റേഷന് മാറാനായിട്ട് ഒരു ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നു. അതിനാദ്യമായിട്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തു. അതിൽ ക്രീമും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ കിട്ടിയ സിറപ്പാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിലോട്ട് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു, ആൽമണ്ട് ഓയിൽ ഒഴിക്കുന്നു, അർഗൻ ഓയിൽ ചേർക്കുന്നു, അതേപോലെ തന്നെ ഗ്ലിസറിനും കൂടി ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു ആൻറ്റി ഏജിങ് പ്രൊഡക്റ്റാണ്. എന്നിട്ട് ഈ ഓയിലെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് ഫുൾ ഈ സിറപ്പിനകത്തോട്ട്, ഈ സിറപ്പിൽ ഇതിൽ ഫുൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് 1-2 ടൈപ്പ് അരോമ ഓയിലുകൾ ആഡ് ചെയ്യുന്നു. ഇത് പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ ഒരു ആൻറ്റി ഏജിങ് ഓയിലും കൂടെ ഇപ്പം ഞാൻ ഇവിടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നത്. ഇത് അരോമയുടെ ഓയിലുകളാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് പാക്ക് ഇടാൻ ടൈം ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ ഫേസ് പാക്ക് വെച്ച് ഇതുപോലെ ക്രീം ബേസിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ മോൾഡിനകത്ത് ഒഴിച്ച് തണുപ്പിച്ച് വെക്കാമെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത് പോലെ ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മാത്രം മതി. ഇത് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഫേസ് പാക്കാണ് ഈ സോപ്പ് മോൾഡിൽ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഫേസ് പാക്കും ഓയിലും എല്ലാം കൂടെ ഇതിനകത്ത് നല്ലതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് റിങ്കിൾസൊക്കെ വരാതിരിക്കാനൊക്കെ ഈ പാക്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ റിങ്കിൾസ് വരത്തില്ല, സാഗിങ് വരത്തില്ല. ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ മോൾഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ച് തണുപ്പിക്കുന്നത്.
പിഗ്മെൻറ്റേഷൻ്റെ ഫേസ് പാക്ക് ക്രീം രൂപത്തിലാക്കി ഫേസ് പാക്ക് തയ്യാറാക്കി ഫേസിലിടാൻ പാടില്ലാത്തവർക്ക്, തയ്യാറാക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ക്രീം രൂപത്തിലാക്കി ഇതുപോലെ മെൽറ്റ് ചെയ്ത് ഒരു മോൾഡിനകത്ത് വെച്ച് തണുപ്പിച്ച് ഡെയിലി 2 പ്രാവശ്യം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് തിരുമ്മി വാഷ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന മോളിനകത്ത് വെച്ചിരിക്കുന്ന പാക്കായപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു ആൻറ്റി ഏജിങ്ങും പിഗ്മെൻറ്റേഷൻ മാറാനും ടാൻ കുറയ്ക്കാനുമൊക്കെ ഈ പാക്ക് ഉപകാരപ്പെടും. ഇതിനകത്ത് കെമിക്കൽ ഒന്നുമേ നമ്മൾ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു 3 മണിക്കൂർ ഇതേപോലെ 3 മണിക്കൂർ ഇതുപോലെ വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇത് നല്ല സെറ്റാവും. അതിനുശേഷം നമുക്ക് ഇത് മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സീൽ പേപ്പറിനകത്ത് വെച്ച് പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു 3-4 മാസം ഇതേപോലെ തന്നെ ഇരുന്നോളും. ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ടാൻ മാറാനൊക്കെ ഉപകാരമുള്ള ഒരു ഫേസ് പാക്ക് ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കണ്ണിന് താഴെ വരുന്ന കറുപ്പുകൾക്കൊക്കെ ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ്. ഒരു 5-6 മാസം വരെ ഇതുപോലെ ഇരിക്കും, നമുക്ക് എടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പ്രയോജനമുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.